നിങ്ങൾക്ക് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിരോധിക്കാൻ എത്ര പാടെന്താണുള്ളത്? ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റി നമുക്കിതങ്ങ് നടത്തിക്കൂടെ? അപ്പോൾ അതിന് ഇല്ലാത്തൊരു സാധനം ടെക്നോളജി അല്ല, പൊളിറ്റിക്കൽ വില്ലെന്ന് പറയും. അങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ നടക്കുന്നത് കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവിടെയുള്ള ഏറ്റവും വലിയൊരു ഷോപ്പുണ്ട്, അതിൻ്റെ പേര് അർബൻ ഓർന്നാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഭക്ഷണവും അത് സോളിഡായിട്ടുള്ള ഭക്ഷണവും പാനീയവും ഒഴിച്ച് ബാക്കി എന്തും അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ കിട്ടുന്നതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. പഴയത് കളയുന്ന സാധനങ്ങൾ ഇന്ന് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ അവർക്ക് വേറെ ചില ഷോപ്പുകളുണ്ട്. അവിടെ ഗാർമെൻറ്റ്സ് വരെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അണ്ടർ ഗാർമെൻറ്റ്സ് അടക്കം എടുത്ത് സാനിറ്റൈസ് ചെയ്ത് റിപ്പയർ ചെയ്യാനുള്ളതിനെ റിപ്പയർ ചെയ്തിട്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനായിട്ട് അവർ ത്രിഫ്റ്റ് സ്റ്റോഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മളിവിടെ ഒരു സ്പെയർ പാർട്ട് വിൽക്കുന്നവൻ ആരെയൊക്കെ പേടിക്കണം? ആരും കാണാതെ മൂലയിൽ അല്ലെ ചാലയിൽ ആർക്കും എത്താൻ പറ്റാത്തൊരു സ്ഥലത്താണ് സ്പെയർ പാർട്ട് പഴയത് വിൽക്കുന്നത്. ആക്രി കച്ചവടക്കാരൻ എവിടെയെങ്കിലും എന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ ആദ്യം പോലീസ് വന്ന് പൊക്കുന്നത് ആക്രി കച്ചവടക്കാർ, അല്ലെങ്കിൽ അത് പെറുക്കാൻ നടക്കുന്ന ആളുകളെയാണ്. നമ്മുടെ രാജ്യത്ത് ഏതൊരു പരിസ്ഥിതി സംഘടന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, ഏതൊരു പരിസ്ഥിതി പ്രവർത്തകൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ നമ്മൾ കാണുന്ന ഒരു കാലിച്ചാക്കുമായിട്ട് നടക്കുന്ന ഈ ആക്രി പെറുക്കുന്ന ആളുകളാണ്.